ബജറ്റിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സർക്കാർ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി. ദുരിതബാധിതർക്കായി കൂടുതൽ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുവെന്ന് അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിലൂടെ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ തന്നെയാണ് കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇത് കാണുന്നത്. വളരെ പ്രധാനമായി മുന്നോട്ട് വെക്കാനുള്ളത് 2017 കണ്ടെത്തിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ ഇക്കഴിഞ്ഞ ഗവൺമെൻറ് ലിസ്റ്റിൽപ്പെടുത്തുകയും അവരുടെ ഉത്തരവ് ഇറക്കുകയും ചെയ്തു. പക്ഷേ ഒരു സഹായവും കൊടുത്തിട്ടില്ല. ആ 1031 പേർക്കും ധനസഹായവും അതോടൊപ്പം ചികിത്സാ സഹായവും ഒക്കെ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പുനരധിവാസ കേന്ദ്രങ്ങൾ, ബോവിക്കാനത്തെ പുനരധിവാസ കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു തെറാപ്പി സംവിധാനത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല. നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ എന്ത് ചെയ്യും. അതിന് മാറ്റിപ്പാർപ്പിക്കാനുള്ള വലിയൊരു സംവിധാനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ചികിത്സ, നേരത്തെ മംഗലാപുരത്ത് 4 ആശുപത്രികൾ സൗജന്യ ചികിത്സ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് KMC അത്തേവാർ ഒഴികെ ബാക്കി ആശുപത്രികളൊന്നും ചികിത്സ ലഭിക്കുന്നില്ല. കാസർഗോഡാണെങ്കിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാനുള്ള സൗകര്യങ്ങളുമില്ല. മെഡിക്കൽ കോളേജ് പൂർണ്ണമാക്കുകയാണെങ്കിൽ അത് ലഭ്യമാകും. അതോടൊപ്പം വളരെ അടിയന്തരമായി നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഉറപ്പുവരുത്തണമെന്നാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം പെൻഷൻ തുക നേരത്തെ ആദ്യം VSൻ്റെ കാലത്ത് 2000 കിടപ്പിലായ രോഗികൾക്ക് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് 1000 ആയിരുന്നു. അത് പിന്നീട് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കാലത്ത് 2200-ഉം 1200-ഉമാക്കി. അതിനുശേഷം യാതൊരു വർധനവും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഒരു കുട്ടിയെ നോക്കണമെങ്കിൽ തന്നെ ഒരു അമ്മക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് 2200 രൂപ കൊടുക്കുന്ന പെൻഷൻ തുക കൊടുക്കുന്ന ആളിൽ നിന്ന് ചിലരുടെ ഇടയിൽ നിന്ന് 500 രൂപ വെട്ടിക്കുറക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴും അറിയില്ല. അപ്പോൾ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻഡോസൾഫാൻ ദുരിതബാധിതരെക്കുറിച്ച് പറയാനുണ്ട്. അതൊക്കെ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച് അതിനുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.